ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നല്ല, ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാറിൻ്റെ എഞ്ചിൻ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ കുറേ ആയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടായിരിക്കും ഈ എഞ്ചിൻ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യുക, കറക്റ്റ് അളവുണ്ടോ, എന്താ കാര്യങ്ങളെന്നൊക്കെ, പിന്നെ ഓയിലിൽ നിന്ന് കംപ്ലയിൻറ്റ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ നല്ല വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുമാതിരി ആദ്യം നമുക്ക് ബോണറ്റ് തുറക്കണം. അതിന് നിങ്ങൾ ഈ കാണുന്നുണ്ട് ഒരു ബോണറ്റ് തുറന്നിട്ടുള്ളൊരു സിമ്പൽ മാതിരി, അത് നമ്മൾ തുറക്കേണ്ടത്. പല വണ്ടിക്കും പല പോലെ ഉണ്ടാവുക. അപ്പോൾ ഈ വണ്ടിക്ക് ഇങ്ങനെ വരുന്നത് ഇതേപോലെ സിമ്പിളൊക്കെ കാണിച്ചിട്ട് അത് ഈ വണ്ടിക്ക് സിമ്പിൾ ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കുക. അതിന് ശേഷം നമ്മൾ ആ സിമ്പിൾ നോക്കിയതിന് ശേഷം അത് ഇതേപോലെ കൈ കൊണ്ട് വലിച്ചാൽ തുറക്കും. ലിവർ ഒരു കേബിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബോണറ്റ് തുറന്ന ഒരു സൗണ്ടും ഉണ്ടാവും, കേബിൾ വലിഞ്ഞൊരു ഫീലും കാണാൻ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും വരുന്നത് ഇങ്ങനെയാണ് ഈ ബോണറ്റ് തുറക്കാൻ പറ്റുക. ഇതിപ്പോൾ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഒരു ലിവർ ഉണ്ടാവും ഈ ബോണറ്റിൻ്റെ ഉള്ളിൽ. അത് എങ്ങനെ എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കൈ ഉള്ളിലേക്ക് വെച്ചാൽ ലിവർ കറക്റ്റായി കൈ തട്ടും. അപ്പോൾ നമ്മൾ ആ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഇത് അതേമാതിരി പൊന്തിച്ച് കൊടുത്താൽ മതി, ബോണറ്റ് തുറക്കാൻ പറ്റും. പിന്നെ സൈഡിൽ ലോക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിന് ഈ സൈഡിലാണ് വരുന്നത്, വേറെ വണ്ടിക്ക് പല പോലെ ഉണ്ടാവും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ കാണുന്നതാണ് എഞ്ചിൻ. ഈ എഞ്ചിൻ്റെ പല ഭാഗത്ത് ഡീസൽ വണ്ടിക്കും പെട്രോൾ വണ്ടിക്കും അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ലിവർ കാണാൻ പറ്റും. ഇതേ ഞാൻ കാണിച്ചു തരുന്ന പോലത്തെ ഈ ലിവർ കാണാൻ പറ്റും. ഈ ലിവർ നമ്മൾ എടുക്കുക, പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മളിത് നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാത്, ഒരു കാരണവശാലും നമ്മൾ സ്റ്റാർട്ടാക്കിയ വണ്ടീനെ ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഏതൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഒരു കോട്ടൺ ക്ലോത്ത് എടുക്കുക. അതായത് ക്ലീൻ ചെയ്യണം. ഇത് മൊത്തമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് എടുത്ത് നമ്മൾ തുടയ്ക്കുക, നന്നായിട്ട് തുടക്കണം. ഒരു ഓയിൽ എവിടെയും ആവാത്ത രീതിയിൽ കറക്റ്റ് അളവ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത വണ്ടീനെ ഒരിക്കലും നോക്കരുത്. സ്റ്റാർട്ട് ചെയ്യാതെ വണ്ടീനെ നോക്കണം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിത് തിരിച്ച് അതിൽ തന്നെ ഇടുക. കറക്റ്റ് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് പോകണം. നമ്മൾ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 2 മിനിറ്റ് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തെടുക്കുക. പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക. 2 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ അടിവശത്തായിട്ട്. അത് ഏറ്റവും മുകളിലുള്ളത് മാക്സിമം ആണ്, പിന്നെ അടിവശത്തിൽ മിനിമമാണ്. ഈ മിനിമത്തിൻ്റെ അടിയിൽ ഒരിക്കലും പോകരുത്. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പാടില്ല. ഇതിന് സെൻട്രലായിട്ടാണ് വരേണ്ടത്. ഈ 2 ഡോട്ടിന് സെൻറ്ററായിട്ടാണ് വരേണ്ടത്. ഇതിൽ കൂടാനും പാടില്ല, ഇതിൽ കുറയാനും പാടില്ല. കാരണം കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എന്തായാലും എഞ്ചിൻ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഇതിൻ്റെ നടുവിലാക്കി നമ്മൾ നോക്കുക. പിന്നെ നമുക്കിത് ഓയിലിൻ്റെ കട്ടി എങ്ങനെ ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുണ്ട്, ഞാൻ കയ്യിലാക്കി നിങ്ങൾ ഇതാക്കുന്നുണ്ട്. ഇതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ ഓയിലിൻ്റെ കട്ടി നമുക്ക് മനസ്സിലാവും. പിന്നെ ഓയിലിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ടാവും, കരിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓയിൽ എന്തായാലും മാറ്റണം. ഇതിപ്പോൾ കറക്റ്റ് കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ, കട്ടിയില്ല. ഇതിന് ശേഷം നമുക്ക് തിരിച്ചതിലേക്ക് ഇവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ തിരിച്ചതിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ. നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.